ഡോക്ടർ, ഈ എൻഡോമെട്രിയൽ ക്യാൻസർ സ്ത്രീകൾക്കാണ് കൂടുതലും കാണുന്നത്. അപ്പോൾ ഈ സ്ത്രീകൾക്ക് ഇത് വരാനുള്ള കാരണം എന്തായിരിക്കും? നമുക്ക് യൂട്രസിൻ്റെ അകത്ത് ലൈനിങ്ങിൽ വരുന്ന ക്യാൻസറാണ് എൻഡോമെട്രിയൽ ക്യാൻസർ. അപ്പം കൂടുതലായിട്ടും ഒരു പ്രായം ഉള്ള സ്ത്രീകളിലാണ് ഇത് കാണുന്നത്. അപ്പോൾ നമുക്ക് പ്രായം കൂടുന്തോറും എൻഡോമെട്രിയൽ ക്യാൻസർ വരാനുള്ളൊരു റിസ്ക് കൂടും. പിന്നെ ഉള്ളത് പക്ഷേ ഇപ്പം ചെറുപ്പക്കാരിലും അതിൻ്റെ ഒരു എണ്ണം കൂടുന്നു. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ കൂടി വരുന്ന ഒരു വണ്ണക്കൂടുതലാണ്, അതായത് ഒബിസിറ്റി. അപ്പം മെയിനായിട്ടും എൻഡോമെട്രിയൽ ക്യാൻസർ ഉണ്ടാകുന്നത് നമ്മുടെ ശരീരത്തിലുള്ള ഈസ്ട്രജൻ എന്ന ഹോർമോൺസ് കൂടുതലായി ഉണ്ടാകുമ്പോഴാണ്. അപ്പം വണ്ണമുള്ള സ്ത്രീകളിൽ നമ്മുടെ കൊഴുപ്പിൽ നിന്നും ഈസ്ട്രജൻ ഉണ്ടാകും. അപ്പോൾ അത് നമ്മുടെ എൻഡോമെട്രിയത്തിൽ, അതായത് യൂട്രസിനകത്ത് ആ ലൈനിങ്ങിൽ പ്രവർത്തിക്കുന്നത് മൂലമാണ് പിന്നെ ഭാവിയിൽ ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുന്നത്. മാത്രമല്ല ഈ PCOD, നമുക്ക് ഈ ഒരു വണ്ണക്കൂടുതലുള്ള സ്ത്രീകളിൽ നമുക്ക് ഇറഗുലർ പീരീഡ്സ് വരാം. അതായത് 2-3 മാസം കൂടുന്തോറും പീരീഡ്സ് വരുന്നത്, ആ സമയത്തും ഈ ഒരു ഈസ്ട്രജൻ്റെ ലെവല് അവരുടെ ശരീരത്തിൽ കൂടുതലായിരിക്കും. അപ്പോൾ ഇതെല്ലാം കാരണം എൻഡോമെട്രിയൽ ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ. അപ്പോൾ ഈ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? എങ്ങനെയായിരിക്കും നമ്മളിത് തിരിച്ചറിയുന്നത്? അപ്പം നേരത്തെ പറഞ്ഞ പോലെ പീരീഡ്സ് കഴിഞ്ഞ സ്ത്രീകളിലാണ് കൂടുതലായിട്ടും എൻഡോമെട്രിയൽ ക്യാൻസർ വരുന്നത്. അപ്പം പീരീഡ്സ് കഴിഞ്ഞിട്ട് നിന്ന സ്ത്രീകളിൽ വീണ്ടും ഒരു ബ്ലീഡിങ്, അപ്പോൾ അത് ഭയങ്കരമായ ബ്ലീഡിങ് ആവണം എന്നില്ല, ഈവൻ ചെറിയ ഡ്രോപ്സ് ആണെങ്കിൽ പോലും നമുക്കത് ടെസ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പം പീരീഡ്സ് നിൽക്കാത്ത സ്ത്രീകളിലാണെന്നുണ്ടെങ്കിൽ അമിതമായ രക്തസ്രാവം അല്ലെങ്കിൽ പീരീഡ്സിന് ഇടയ്ക്കുള്ള ബ്ലീഡിങ്, ഇതെല്ലാം നമുക്ക്, അത് പ്രത്യേകിച്ചും 40-45 വയസ്സ് കഴിഞ്ഞുള്ള സ്ത്രീകൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊന്ന് ശ്രദ്ധിക്കുകയും ഡോക്ടറിനെ കാണുകയും വേണം.